മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലും നൂറയും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഞാൻ ഈ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റൻ ആകുക തന്നെ ചെയ്യുന്നു. നീ എന്താണെങ്കിലും ആവണം, ആയിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും ചൊറിയെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ചൊറിച്ചിൽ വരുമല്ലോ ഞാനായാലെന്ന് അനുമോൾ ആതിരനോടും നൂറേനോടും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾക്ക് വരും എന്ന് പറയുന്നുണ്ട്. നീ എന്നെ ചൊറിയോടിയെന്ന് ആതിര അനുമോളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും നിന്നെ ചൊറിയെന്ന് പറയുന്നുണ്ട്. ജിസേലിന് ക്യാപ്റ്റൻ ആകാൻ വലിയ താല്പര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇല്ല, ജിസേലിന് താല്പര്യം ഉണ്ടെന്ന് നൂറ പറയുന്നുണ്ട്. എന്താണെങ്കിലും നീ ക്യാപ്റ്റൻ ആകണം ടോടി എന്ന് പറയുന്നുണ്ട്. ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആരായിരിക്കും പുറത്തു പോവുക ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞെന്ന് അനുമോൾ ആദിലനോട് പറയുന്നുണ്ട്. ഞങ്ങളായിരിക്കും പോകുന്നത്. ലാലേട്ടൻ ചിലപ്പോൾ വന്നിട്ട് പറയും, മക്കളെ എൻ്റെ അടുത്തേക്ക് വാന്നേ, നിങ്ങൾ എന്താണെങ്കിലും പോകുമൊന്നുമില്ല. ഇപ്പം ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന എല്ലാ ഫാമിലികളും നിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ നൂറ് പറയുന്നുണ്ട്, ഇവിടെ വന്ന എല്ലാ ഫാമിലിയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത്. ആരെയും അങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ല. ആ സമയത്ത് ആദിൽ പറയുന്നുണ്ട്, ആര്യൻ്റെ അമ്മ എന്താണെങ്കിലും എന്നെ മാറ്റി നിർത്തിയിട്ട് നീ ഞങ്ങളുടെ മക്കളാണ്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞു, ജിസേലിനെ പോലെ അല്ല, നല്ല മക്കളാണ് എന്നൊക്കെ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആദിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവായിട്ടല്ലേ എടുക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും പോകുമെന്ന് പറയരുത്, ഇവിടെ നിൽക്കുന്നു പറ, എന്നാലാണ് നിൽക്കുക എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് ക്യാപ്റ്റൻ ആവണം, നീ എന്താണെങ്കിലും നന്നായിട്ട് ട്രൈ ചെയ്യണം നിനക്ക് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട്. അതിൽ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും, ഞാൻ ക്യാപ്റ്റൻ ആവാൻ ശ്രമിക്കുമെന്നും പറയുന്നുണ്ട്.